വോട്ട് മോഷണവും വോട്ടർ പട്ടിക ക്രമക്കേടും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ഗാന്ധി ലംഘിച്ചുവെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് യാത്ര തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയുമായി രംഗത്തെത്തിയത്. കമ്മീഷന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രാഹുലിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച കമ്മീഷൻ 2019 സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ലംഘിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് ആരോപണത്തിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. क्या अपनी माताओं, बहुओं, बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या? കേരള, കർണാടക, ബീഹാർ തുടങ്ങി എവിടെയായാലും തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നൽകിയ സമയപരിധിയും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. जमीनी स्तर पर सभी मतदाता, सभी राजनीतिक दल और सभी बूथ लेवल ऑफिसर्स मिलकर एक पारदर्शी तरीके से कार्य कर रहे हैं, सत्यापित भी कर रहे हैं, हस्ताक्षर भी कर रहे हैं और वीडियो टेस्टिमोनियल्स भी दे रहे हैं. കമ്മീഷന്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ടതുകൊണ്ടാണ് മറുപടി പറയേണ്ടി വന്നതെന്നും കമ്മീഷൻ പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇരട്ട വോട്ട് ചെയ്തുവെന്ന് പറയുന്നു, എന്നാൽ ചോദിക്കുമ്പോൾ മറുപടിയില്ലെന്നും കമ്മീഷൻ പരിഹസിച്ചു. വ്യാജ ആരോപണങ്ങളെ കമ്മീഷൻ ഭയപ്പെടുന്നില്ലെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നിലകൊള്ളുമെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ബീഹാറിലെ വോട്ടർമാർ കമ്മീഷനൊപ്പമാണ്, അതുകൊണ്ട് തന്നെ SIR മുന്നോട്ട് പോകുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.